ഏപ്രിൽ 2 തീരുവ പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ UK ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുമായി അമേരിക്ക വ്യാപാര കരാർ ഒപ്പുവെച്ചിരുന്നു. അതിൽ പലതും അമേരിക്കയ്ക്ക് ആവശ്യമുള്ള തരത്തിലുമായിരുന്നു. പക്ഷേ ചൈന മാത്രം അമേരിക്കയ്ക്ക് പിടികൊടുത്തിരുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തീരുവ യുദ്ധം ഒരു ഘട്ടത്തിൽ 145% വരെ എത്തിയിരുന്നു. ചൈനയാകട്ടെ 125% ഇറക്കുമതി തീരുവ ഉയർത്തി തിരിച്ചടിക്കുകയും ചെയ്തു. ഇടക്കാലത്ത് വെടിനിർത്തൽ പോലെ ഒരു പിൻവാങ്ങൽ ഇരു രാജ്യങ്ങളും നടത്തിയെങ്കിലും അടുത്തിടെ വ്യാപാര യുദ്ധം വീണ്ടും കൊടുമ്പിരി കൊണ്ടിരുന്നു. 30% ചൈനയ്ക്ക് മേലുള്ള തീരുവയ്ക്ക് മേൽ 100% കൂടി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഒപ്പം തന്ത്രപ്രധാന സോഫ്റ്റ്വെയറുകൾ ചൈനീസ് കമ്പനികൾക്ക് കൈമാറുന്നതിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. ചൈനയിൽ നിന്നുള്ള റെയർ എർത്ത് മെറ്റലുകൾ അഥവാ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന കൊണ്ടുവന്ന പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങളായിരുന്നു അന്ന് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയും റദ്ദാക്കിയതായി അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നായിരുന്നു അന്നത്തെ ട്രംപിന്റെ വാദം. എന്നാൽ റദ്ദാക്കിയെന്ന് പറഞ്ഞ അതേ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് കൗതുകം. ഷിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ G2 എന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത്. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടുനിന്ന ചർച്ചയുടെ ഫലമായി ചൈനയ്ക്ക് മേൽ ചുമത്തിയിരുന്ന ആകെ തീരുവ 57% നിന്ന് 47% കുറച്ചിട്ടുണ്ട്. ചൈനീസ് അനുബന്ധ കമ്പനികളിലേക്കുള്ള സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കയറ്റുമതി നിയന്ത്രണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ US സമ്മതിച്ചതായും ചൈനീസ് വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു.